എല്ലാവർക്കും ഓപ്പൺ പ്ലാനറ്റിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് മുന്നോട്ടും വേണം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു RC ഹെലികോപ്റ്ററാണ്. ഇത് ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ഫ്ലൈ ചെയ്ത് പഠിക്കാൻ പറ്റിയൊരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ അൺബോക്സിംഗ് ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതൊരു മിനി RC ഹെലികോപ്റ്ററാണ്. ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ്. ഹോബി കിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ഫീച്ചേഴ്സ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് പറയാൻ 1 key ടേക്ക് ഓഫ് എന്ന് വന്നിട്ട് ഒന്നുണ്ട്. പിന്നെ ആൾട്ടിറ്റ്യൂഡ് കൺട്രോൾ, അത് ഹെലികോപ്റ്റർ തന്നെ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ വന്നിട്ട് നമുക്ക് 1 key ലാൻഡിംഗ് ഉണ്ട്. ഇതൊക്കെ ആദ്യമായിട്ട് ഫ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. കൂടാതെ ഇതൊരു 4 channel ഹെലികോപ്റ്ററാണ്. 4 channel എന്ന് പറയുമ്പോൾ 4 ഡിഫറെൻറ്റ് കൺട്രോൾസ് കാണും നമുക്ക്. ഫസ്റ്റ് വന്നിട്ട് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ പോകാനുള്ളതും, സെക്കൻഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റിലേക്ക് ടേൺ ചെയ്യാനുള്ളത്, തേർഡ് വന്നിട്ട് ഫോർവേഡ് ആൻഡ് ബാക്ക്. അതുപോലെ തന്നെ ഫോർത്തായിട്ട് വരുന്നത് നമുക്ക് സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ പാൻ ചെയ്ത് പോകാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ ഫയർഫോക്സ് C129. നല്ലൊരു ക്വാളിറ്റി പാക്കേജിങ്ങിലാണ് അവർ തന്നേക്കുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ബോക്സിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഫുൾ കൺട്രോളും പരിപാടികളും ഒക്കെ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ ഫയർഫോക്സ് 129. സോ ഇതിപ്പോൾ ബ്ലൂ കളർ വേർഷനാണ്. ഇതിൻ്റെ ഓറഞ്ച് കളറും അവൈലബിൾ ആണ്. അപ്പം വളരെ സ്ലീക്കായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പം നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ ബാറ്ററി. അപ്പം ഇത് സാധാരണ ഹെലികോപ്റ്ററിൻ്റെ ബാറ്ററിയൊക്കെ ലിറ്റിൽ ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പ്ലഗ് ചെയ്തിട്ടൊക്കെ ഫ്ലൈ ചെയ്യിക്കാൻ പറ്റും. പിന്നെ അത് റിമൂവ് ചെയ്യാൻ ഈസിയാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ. ഇത് നമുക്ക് മൊബൈലിൻ്റെ ചാർജറിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിലോ കണക്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത് എക്സ്ട്രാ പ്രൊപ്പല്ലേഴ്സാണ്. ഇൻ കേസ് നമ്മൾ ഫ്ലൈ ചെയ്തിട്ട് ഇത് ക്രാഷായി ഇതിൻ്റെ പ്രൊപ്പല്ലർ പൊട്ടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാം. അതിന് വേണ്ട ടൂൾസും അതിൻ്റെ ഫുൾ കാറ്റ് സ്ക്രൂ ഡ്രൈവറും എല്ലാം ഇതിൻ്റെ അത് അവർ പ്രത്യേകം തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാര്യം ഓർത്ത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് അത് റിപ്പയർ ചെയ്യാനുള്ള ഫുൾ സെറ്റപ്പ് കൂടെയുണ്ട്. ഇതിൻ്റെ റിമോട്ടിൽ നമുക്കൊരു 4 AA ബാറ്ററീസ് ഇടണം. അപ്പം ആ ബാറ്ററീസ് ഇട്ടിട്ട് നമുക്കിതിൻ്റെ ടെസ്റ്റിങ്ങിലേക്ക് ഒന്ന് കിടക്കാം. അപ്പോൾ നമ്മൾ റിമോട്ടിൽ ബാറ്ററിയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഓൺ ചെയ്യണം. ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണും ഇവിടെ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെലികോപ്റ്ററിലേക്ക് ബാറ്ററി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു പിന്നുണ്ട്, അത് നോക്കിയിട്ട് വേണം ജസ്റ്റ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കാണ് ഇവിടെ ഒരു റെഡ് ലൈറ്റ് ഫാസ്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ റിമോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പെയറാവും. പെയറായതിനു ശേഷം നമുക്ക് ഈ സിംഗിൾ ടേക്ക് ഓഫ് ബട്ടൺ പ്രസ് ചെയ്യണം. നല്ലൊരു ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിയാൽ ഞാൻ ഈ പറക്കുന്നത് ചെറിയൊരു സ്പേസാണ്, എന്നാൽ കൂടെ ഇത് നല്ല സ്റ്റേബിളായിട്ട് നമുക്ക് കൺട്രോൾ തരുന്നുണ്ട്. പിന്നെ ഈ ലോക്ക്ഡൗൺ ടൈമിൽ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഇതൊരു നല്ലൊരു ടൈം പാസ്സാണ്. നമുക്ക് 1 ചാർജിങ്ങിൽ നമുക്കൊരു 15 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ ഹെലികോപ്റ്ററിലൊക്കെ നമുക്ക് ഏകദേശം 10 മിനിറ്റേ പറ്റത്തുള്ളൂ, പക്ഷേ ഇതിലൊരു 15 മിനിറ്റ്സ് നമുക്ക് ഫ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, ഞാൻ റിമോട്ടിൽ നിന്ന് കൈ എടുത്തിരിക്കുകയാണ്, എന്നിട്ടും അത് ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആൾട്ടിറ്റ്യൂഡ് ഹോൾഡ്. യെസ്, ഐ എം റെഡി. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഔട്ട്ഡോർ ടെസ്റ്റ് ചെയ്യാൻ റിച്ചിയും വരുന്നുണ്ട്. അപ്പോൾ റിച്ചിയ ഹായ് പറ. സോ ഞങ്ങളിന്നിപ്പോൾ ഈ ചെറിയ സ്പേസിലൊന്ന് ഔട്ട്ഡോർ ഫ്ലൈ ചെയ്ത് ട്രൈ ചെയ്യുകയാണ്.
നമ്മൾ ഔട്ട്ഡോറിൽ ഫ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം കാറ്റ് കുറവുള്ള സമയത്ത് ഫ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. ഇന്നിപ്പോൾ നല്ല കാറ്റാണ്, അതുകൊണ്ട് തന്നെ അധികം വീഡിയോ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ മുന്നോട്ടുള്ളൊരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.